ധനഹ നാലാം തിങ്കൾ. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. കുഷ്ഠം ഏറ്റവും നികൃഷ്ടമായി കരുതപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നത്. ഈ രോഗത്തിന് 4000 വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. കുഷ്ഠം ബാധിച്ചവർ പാളയത്തിന് പുറത്ത് ഒറ്റപ്പെട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. മാത്രമല്ല അശുദ്ധരും. ഇത്തരത്തിൽ അശുദ്ധനായ ഒരാളെ യേശു കൈനീട്ടി സ്പർശിച്ചുകൊണ്ട് മാറാരോഗത്തിൽ മോചനം നൽകുന്നു. രോഗം ഭേദമായെന്ന സാക്ഷ്യത്തിൽ പുരോഹിതനെ കാണിച്ച് ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മാറാരോഗമായ കുഷ്ഠരോഗം ദൈവം സൗഖ്യപ്പെടുത്തുന്ന അനേകം സംഭവങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഷ്ഠരോഗം ഭേദമാക്കപ്പെട്ട ബഥാനിയയിലെ ശിമിയോന്റെ ആതിഥ്യം യേശു സ്വീകരിക്കുന്നുണ്ട്. രോഗം ഭേദപ്പെട്ട 10 കുഷ്ഠരോഗികളുടെ സംഭവം നാം വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ കുഷ്ഠം ബാധിച്ച സിറിയയിലെ മുഖ്യ സൈന്യാധിപൻ നാമാൻ കുഷ്ഠരോഗബാധിതനാകുന്നതിനും എല്ലാം ചികിത്സയും ഫലരഹിതമായപ്പോൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശയുടെ രോഗസൗഖ്യം നേടുന്നതുമായ ഒരു നീണ്ട ചരിത്രം 2 രാജാക്കന്മാർ 5-ൽ നാം വായിക്കുന്നുണ്ട്. ഇസ്രായേലിലെ നദികളേക്കാൾ ശ്രേഷ്ഠമായ നദികൾ സിറിയയിലുണ്ടെന്ന് വിളക്കി വീണ്ടും തിരിച്ചു വന്ന് ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചപ്പോൾ രോഗം ഭേദമായ സംഭവം അവന്റെ ദൈവവിശ്വാസമാക്കി മാറ്റി. ഇസ്രായേലിൻ്റെതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും ദഹനബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഓരോ രോഗസൗഖ്യം സ്വീകരിക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട മനോഭാവം ഈ വിജാതീയൻ്റേതാകണം. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയെയാണ് ഓരോ രോഗശാന്തിയും വിളിക്കപ്പെടുന്നത്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ശബ്ദം അവിടുന്ന് ശ്രവിക്കുന്നു. ഓരോ രോഗശാന്തിയും ദൈവജന സാക്ഷ്യത്തിനായി നൽകപ്പെടുന്നതാണ്. ദൈവത്തെ ഓർമ്മിക്കാൻ ഓരോ രോഗവും നമ്മെ പ്രേരിപ്പിക്കുന്നു. അഹങ്കാരം വെടിഞ്ഞ് ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. ഒരു കുഷ്ഠരോഗിയെ മറ്റുള്ളവരെ വെറുക്കുന്നവരാണോ നാം? ഒരു കുഷ്ഠരോഗി എന്ന വണ്ണം മറ്റുള്ളവരാകാൻ അകറ്റി നിർത്തപ്പെട്ടവരാണോ നാം? ആത്മശോധന ചെയ്യാം.